ഈശോ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചു കഴിയുമ്പോൾ ആ സ്ത്രീയെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതായത് അവൾ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കായിട്ട് അവൾ വരുന്നു, വെള്ളം കോരാനായിട്ട് കിണറിന്റെ കരയിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഈശോയുമായിട്ട് സംസാരിക്കുന്നു. ആ സംസാരം കഴിയുമ്പോൾ തന്നെ എന്തോ വലിയൊരു സംഗതി കിട്ടിയതുപോലെ തന്നെ വന്ന കാര്യം മറന്ന് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പുതിയൊരു കാര്യത്തിലേക്ക് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈശോയിൽ നിന്ന് കേട്ട സുവിശേഷം അനുസരിച്ച് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സുവിശേഷം മറ്റുള്ളവരോട് പറയാനായിട്ട് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതമെല്ലാം, ഇതുവരെ ഉണ്ടായിരുന്ന കഥകളെല്ലാം ആ കിണറിന്റെ കരയിൽ ഉപേക്ഷിച്ച് അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ്, അല്ലെങ്കിൽ ഓടിപ്പോവുകയാണ്. പക്ഷെ നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇതുപോലൊരു മാറ്റമാണ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. ഈശോയെ കണ്ടു കഴിയുമ്പോൾ, ഈശോയുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായി കഴിയുമ്പോൾ ഈ സമരക്കാരി സ്ത്രീക്ക് ഉണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ ഉണ്ടായ പോലെ ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ഇതുവരെയുള്ള കഥകളൊക്കെ മറന്നേക്ക്. ഇതുവരെയുള്ള കഥകളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മളൊരു പുതിയ വഴിയിൽ ഈശോയെ കുറിച്ച് അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനുമായിട്ട് തിടുക്കത്തിൽ ഒരു യാത്ര പുറപ്പെടേണ്ടിയിരിക്കുന്നു. വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ സമരക്കാരി സ്ത്രീയെ പോലെ തീക്ഷ്ണതയോടെ ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട്, ഈശോയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ജീവിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.